Hello friends, welcome back to PSC Padashala. So 10th level preliminary examination syllabus base ചെയ്തുകൊണ്ടുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ആ ഒരു സീരീസിലെ മറ്റൊരു ലെക്ചറാണിത്. സോ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. സോ ഈ ഒരു ലെക്ചറിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന ആ വിഭാഗത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ n² 2n² 2n n എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ 2n² ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് PSC മുൻപും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഷെല്ലുകൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആ ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവലിനെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ അവയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് KLMN എന്നീ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² എന്നായിരിക്കും. ഇവിടെ n എന്നുള്ളത് ആ ഷെല്ല് സൂചിപ്പിക്കുന്ന ആ നമ്പറാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ K ആണ് എങ്കിൽ അത് ഒന്നാമത്തേതാണ്. സോ 1 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2n². ഇപ്പോൾ K ഷെൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2 × 1² അഥവാ 2 എന്ന് തന്നെ നമുക്ക് ആൻസർ ലഭിക്കും. ഇനി L ഷെല്ലിലാണ് ചോദിക്കുന്നത് എങ്കിൽ 2n² എന്നുള്ള ആ ഒരു n-ൻ്റെ സ്ഥാനത്ത് L-നെ പ്രതിനിധീകരിക്കുന്ന 2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 × 2² അഥവാ 2 × 4 8 എന്ന് ലഭിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് അത്തരത്തിൽ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് വിശദീകരിച്ച് പറയാനുള്ള കാരണം ഈ രീതിയിലും PSC മുൻകാലത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇവിടെയുള്ള റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 2n² എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ആറ്റത്തിലെ M ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. M ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. സബ് ഷെല്ലുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S, P, D, F എന്നിങ്ങനെയാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C, S, P, D എന്നിവയാണ്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കണം. അതായത് K ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ് ഷെൽ എന്ന് പറയുന്നത് S ആണ്. L ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത് S, P എന്നിവയാണ്. M ഷെല്ലിൽ S, P, D എന്നിവയാണ്. ആൻഡ് ഫൈനലി N ഷെല്ലിൽ S, P, D, F എന്നിങ്ങനെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. P സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ ഏറ്റവും കൂടിയ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സബ് ഷെല്ലുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A 6 ആണ്. അതായത് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പരമാവധി 2 ആണ്. ഓക്കെ, സോ ഓരോ സബ് ഷെല്ലിലുമുള്ള ഓർബിറ്റലുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഒരു സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് പറയാൻ സാധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ P സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകളാണുള്ളത്. സോ 3 × 2 6 എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, സോ സമാന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും S സബ് ഷെല്ലിലാണ് എങ്കിൽ ഒരു ഓർബിറ്റലാണ്. സോ 1 × 2 ഇലക്ട്രോൺ ആണ്. അതുപോലെ ഡിയിൽ വരുമ്പോഴേക്കും അത് 5 ആണ്. ഓർബിറ്റലുകളുടെ എണ്ണം 5 ആണ്. സോ 5 × 2 10 എന്ന് ലഭിക്കും. അതേപോലെ തന്നെ F സബ് ഷെല്ലിലാണ് എങ്കിൽ 7 ഓർബിറ്റലുകളാണ്. സോ 7 × 2 14. ഈ ഒരു അക്കങ്ങൾ ഓർത്തു വെക്കുക വളരെ എളുപ്പമാണ്. അതായത് S, P, D, F എന്നീ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ സബ് ഷെല്ലുകളിലുള്ള ഓർബിറ്റലുകളുടെ എണ്ണം ഓർത്തു വെക്കുക. അത് യഥാക്രമം 1, 3, 5, 7 എന്നിങ്ങനെയാണ്. ഇനി അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ആ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. കാരണം ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഓക്കെ, സോ ഇവിടെ എനിവേ P സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകളാണുള്ളത്. സോ 3 × 2 6 എന്ന് ആൻസർ ലഭിക്കും. സോ ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ ആണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കുക. ഏറ്റവും അധികം ഭാരമുള്ള മൗലിക കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. ഈ 2 വസ്തുതകളും ഓർത്തു വെക്കണം. ഇത് കൂടാതെ ഇവയുടെ ഭാരം വ്യക്തമായി ഓർത്തിരിക്കേണ്ടതാണ്. ഒരു പർട്ടിക്കുലർ നമ്പർ PSC സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യവുമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറ്റോമിക് ന്യൂക്ലിയസിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ന്യൂട്ടൺ, ഫെർമി, ആങ്സ്ട്രോം, ടെസ്ല എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഫെർമി ആണ്. ഓപ്ഷൻ B ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അതായത് ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി എന്ന് നമ്മൾ പറയുന്ന 10⁻⁻15 മീറ്റേഴ്സ് അതാണ് ആ ഒരു അളവ് എന്ന് പറയുന്നത്. സോ ഫെർമി ഉപയോഗിച്ചുകൊണ്ടാണ് ആറ്റോമിക് ന്യൂക്ലിയസിന്റെ വലിപ്പം പ്രസ്താവിക്കുന്നത്. ഓക്കെ, എൻറിക്കോ ഫെർമി എന്ന ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ആ ഒരു യൂണിറ്റിനെ അങ്ങനെ നെയിം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫെംറ്റോമീറ്റർ ആണ്
സാധാരണഗതിയിൽ ഫെർമി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ന്യൂലാൻഡ്, ഡൊബറൈനർ, മെന്റലിയേവ്, ജോൺ ഡാൾട്ടൺ എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഡൊബറൈനർ ആണ്. നോക്കാം, ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞർ എന്ന രീതിയിൽ സാധാരണഗതിയിൽ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഡൊബറൈനർ ആണ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന രീതിയിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമം ആവിഷ്കരിച്ചതാണ് ന്യൂലാൻഡ്. ഇവ തമ്മിൽ മാറിപ്പോകരുത്. എനിവേ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലോക്കിലെ മൂലകങ്ങളാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്, അതാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ. ഇനി ഓർത്തു വെക്കുക, എസ് അതുപോലെ തന്നെ പി ബ്ലോക്ക് എലമെന്റ്സ് ഇവ പൊതുവായി അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഫൈനലി നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഡി. ഇത് യഥാർത്ഥത്തിൽ ലാന്തനൈഡുകളും അതുപോലെ തന്നെ ആക്ടിനൈഡുകളും ഉൾപ്പെടുന്ന ബ്ലോക്കാണ്. അന്തർ സംക്രമണ മൂലകങ്ങൾ എന്ന് ഇവ അറിയപ്പെടാറുണ്ട്. അതും ഓർത്തു വെക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ഒന്നുകൂടി പറയാം, സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്റുകൾ, എസ് അതുപോലെ പി ബ്ലോക്ക് എലമെന്റുകൾ പൊതുവായി അറിയപ്പെടുന്നത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അഥവാ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് അഥവാ അന്തർ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഉൾപ്പെടുന്ന വിഭാഗമാണ്. ഇനി അടുത്ത ചോദ്യം, പോസിട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. കാൾ ആൻഡേഴ്സൺ, റുദർഫോർഡ്, ഇർവിൻ ഷ്രോഡിംഗർ എന്നിങ്ങനെയൊക്കെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കാൾ ആൻഡേഴ്സൺ ആണ്. ഓക്കെ, ഇത്തരത്തിൽ മൗലിക കണങ്ങളും അല്ലാതെയുള്ള കണങ്ങളുമായി ബന്ധപ്പെട്ട അവയുടെ ഇൻവെൻഷൻസ് ആരാണ് ചെയ്തത് എന്ന രീതിയിലുള്ള ചോദ്യം എപ്പോഴും PSC ചോദിക്കാറുള്ള ഒന്നാണ്. വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. എനിവേ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അവഗാഡ്രോ ആണ്. ഓക്കെ, അവഗാഡ്രോ ആണ് തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഓർത്തിരിക്കാം. റോബർട്ട് ബോയിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അദ്ദേഹമാണ് മൂലകം എന്ന രീതിയിലുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ളൊരു നിർദ്ദേശിക്കുന്ന മൂലകം എന്ന പദം നിർദ്ദേശിക്കുന്നത് റോബർട്ട് ബോയിലാണ്. വളരെ വ്യക്തമായി തന്നെ ഓർക്കുക. അതോടൊപ്പം ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഓസ്റ്റ്വാൾഡ് ആണ്. അടുത്ത ചോദ്യം, ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രകടിപ്പിക്കുന്ന മൂലകം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ഹൈഡ്രജൻ, സീസിയം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ക്ലോറിൻ ആണ്. ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രകടിപ്പിക്കുന്ന മൂലകം ക്ലോറിൻ ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രകടിപ്പിക്കുന്ന മൂലകമാണ് എങ്കിൽ അത് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് എങ്കിൽ ഫ്ലൂറിൻ, ഇലക്ട്രോൺ അഫിനിറ്റി ആണ് എങ്കിൽ അത് ക്ലോറിൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഓപ്ഷൻ ബി 0 സംയോജകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള ആ ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ്. സോ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് അലസവാതകങ്ങളാണ്. അവയുടെ സംയോജകത അല്ലെങ്കിൽ അവയുടെ വാലൻസി എന്ന് പറയുന്നത് 0. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഹാലജനുകളാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലജനുകൾ എന്നാണ്. സോ ഈ ഒരു ലിസ്റ്റ് വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. 1ാം ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. 2ാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 13ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം എന്നാണ്. 14ാം ഗ്രൂപ്പ് കാർബൺ കുടുംബമാണ്. 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജൻ കുടുംബം, 18 അലസവാതകങ്ങൾ. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ അത് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ വിഭാഗമാണ്. വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആധുനിക ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഹെൻറി മോസ്ലി ആണ്. ഇവിടെയും ഒരു കൺഫ്യൂഷൻ വരരുത്. ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് ഡിമിട്രി മെൻഡലിയേഫ് ആണ്. എന്നാൽ ആധുനിക ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവരുന്നത് ഹെൻറി മോസ്ലിയാണ്. അദ്ദേഹമാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്നാൽ ആവർത്തന പട്ടികയുടെ പിതാവ് ഡിമിട്രി മെൻഡലിയേഫ് ആണ്. ഇവ തമ്മിലും മാറിപ്പോകരുത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ ആണ്. വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. രണ്ടാമത്തേത് സിലിക്കൺ ആണ്. ഓക്കെ, ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. ഇനി പ്രപഞ്ചത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും അധികം ഹൈഡ്രജനും രണ്ടാമത് ഹീലിയവുമാണ്. അന്തരീക്ഷത്തിലാണ് എങ്കിൽ ഏറ്റവും അധികം നൈട്രജനാണ്, രണ്ടാമത്തേത് ഓക്സിജനാണ്. എനിവേ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്നത് ഓക്സിജനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം.
റൈറ്റ് ആൻസർ ഒക്ടോബർ 23 ആണ്. മോൾ കോൺസെപ്റ്റ് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എനിവേ, അന്താരാഷ്ട്ര മോൾ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 23 ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂലകങ്ങളുടെ ആറ്റമിക മാസ് അളക്കുന്നതിനായി പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ള കാർബണിന്റെ ഐസോടോപ്പ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇത് കാർബൺ 12 ആണ്. വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. കാർബൺ 14 എന്നത് യഥാർത്ഥത്തിൽ കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ്. ഏറ്റവും അധികം സുലഭമായി കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പ് കൂടിയാണ് കാർബൺ 12 എന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ റോബർട്ട് മില്ലിക്കൻ ആണ്. റോബർട്ട് മില്ലിക്കൻ ആണ്. ഇവിടെയും കൺഫ്യൂഷൻ വരരുത്. ഇലക്ട്രോൺ കണ്ടെത്തുന്നത് ജെ തോംസൺ ആണ്. എന്നാൽ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് റോബർട്ട് മില്ലിക്കൻ ആണ്. ആ ഒരു എക്സ്പെരിമെന്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്നത് PSCയുടെ ഒരു മുൻകാല ചോദ്യവുമാണ്. അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. എനിവേ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് എത്ര വ്യാപ്തമുണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് 22.4 ലിറ്റേഴ്സ് വ്യാപ്തമാണ് ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഈ ഒരു നമ്പർ വളരെ വ്യക്തമായി ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റുമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചുവടെയുള്ളവയിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ കൊബാൾട്ട് 60 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് വൺ. ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഐസോടോപ്പുകൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ തന്നെ ഓപ്ഷൻസിലുള്ള അയൺ 59 ഇത് യഥാർത്ഥത്തിൽ അനീമിയ ചികിത്സിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ സോഡിയം 24 എന്നത് ആൻജിയോഗ്രാം ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ആറ്റം, തന്മാത്ര, റാഡിക്കൽസ്, മൂലകം എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ തന്മാത്രയാണ്. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്നത്. അതായത് സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര എന്നത്. ആറ്റം എന്ന് പറയുന്നത് രാസപരമായ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. യെസ്, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ലെക്ചറിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ മൂലകങ്ങളുടെ വർഗീകരണം അല്ലെങ്കിൽ ആവർത്തന പട്ടികയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുക. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പഠിക്കണം. അത്തരത്തിൽ സയൻറ്റിസ്റ്റുകളുടെ പേരുകളുണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടന പഠിക്കുമ്പോൾ അവിടെയും ചില എക്സ്പെരിമെൻറ്റ്സ് നടത്തിയ വ്യക്തികൾ, ചില കണങ്ങൾ കണ്ടെത്തിയ ആളുകൾ, ഇങ്ങനെയുള്ള വസ്തുതകൾ വളരെ വ്യക്തമായി പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകതയുള്ള ചില മൂലകങ്ങളെക്കുറിച്ച് കൂടി പഠിക്കുക. സോ ആറ്റത്തിന്റെ ഘടന, ആറ്റം മോഡൽസ്, അതുപോലെ ആവർത്തന പട്ടിക, പ്രധാനപ്പെട്ട മൂലകങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുതകൾ കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. സോ ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്, മറ്റ് PDF ഇതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുക. സോ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. പ്ലീസ് ജോയിൻ ദ ചാനൽ. ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.